ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചിത്രം എമ്പുരാൻ. ശ്രീ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം. തിരക്കഥ എഴുതിയത് ശ്രീ മുരളി ഗോപി, പ്രൊഡ്യൂസേഴ്സായി ആൻ്റണി പെരുമ്പാവൂർ, കൂടെ ഗോകുലം ഗോപാലൻ. ഒരു ഗംഭീര ദൃശ്യാവിഷ്കാരവും പ്രമേയവും ഒക്കെയായിരുന്നു എമ്പുരാൻ്റെത്. ലൂസിഫറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ലൂസിഫറിൽ നമുക്ക് മിസ് ചെയ്ത ഒരുപാട് എലമെൻറ്റ്സ് നമുക്ക് എമ്പുരാനിൽ ലഭിക്കുകയുണ്ടായി. ഒരുപാട് ഗൂസ് ബംപ് മൊമെൻറ്റ്സ്, ലാലേട്ടൻ്റെ തന്നെ ഒരുപാട് ഇൻട്രോസ് ആയിരുന്നു, സ്ലോ മോഷനുള്ള ഒരുപാട് ഇൻട്രോസ് ആയിരുന്നു സിനിമയിൽ ഉടനീളം ലാലേട്ടന് നൽകിയിരിക്കുന്നത്. ഈ ഓരോ സീൻസിലും നമുക്ക് ഭയങ്കര ആസ് എ ഫാൻ ഗൂസ് ബംപ് മൊമെൻറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം സംസാരിച്ചു പോവാം. ശ്രീ ആൻ്റണി പെരുമ്പാവൂറും പിന്നെ ഇന്ദ്രജിത് സുകുമാരനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ. ആദ്യത്തെ ഭാഗം ലൂസിഫറിൽ ശ്രീ ആൻ്റണി പെരുമ്പാവൂറിന് ചെറിയൊരു ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എമ്പുരാനിൽ മുഴുമിയുടെ ഡയലോഗ് അടക്കമുള്ളൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ഇന്ദ്രജിത്തുമായുള്ള കോമ്പിനേഷൻ സീൻ അത് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ എന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും. എപ്പോഴും ഒരു എന്താ പറയുക, അത് ആ സീൻ മാറി നിൽക്കും. അതുപോലെ തന്നെ മഞ്ജു വാര്യർ മാം ചെയ്ത ക്യാരക്ടർ, അത് ഒരു ഭാരതാംബ ഇമ്പാക്റ്റ്, ആ ഒരു പിക്ചറൈസേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൂടാതെ ഗംഭീര തിരക്കഥയായിരുന്നു. അതായത് നമുക്ക് എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ അസ്തിത്വവും പിന്നെ എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങൾക്കൊക്കെ വ്യക്തമായ ക്ലാരിറ്റി തിരക്കഥയിലുടനീളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും ക്ലൈമാക്സിലുള്ള ഫൈറ്റ് സീൻ തന്നെയായിരിക്കും. ലാലേട്ടനും രാജുവേട്ടനും കൂടെ ജോയിൻ ചെയ്ത് ഉള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് ഇന്ത്യയിൽ ഇന്നേ വരെ ലോക സിനിമയിൽ തന്നെ കിടപിടിക്കാവുന്ന തരത്തിലുള്ളൊരു ആക്ഷൻ രംഗമായിരുന്നു. ഒരു രക്ഷയില്ല. നമുക്ക് എന്താ പറയുക, ഓരോ മൊമെൻറ്റിലും നമ്മൾ കോരിത്തരിപ്പിക്കുന്ന കഥയുടെ അവിഭാജ്യ ഘടകം, അതായത് സിനിമയെ നമുക്ക് എന്ത് ചെയ്യാൻ അവിഭാജ്യ ഘടകമായിട്ട് നിന്ന ഒരു ക്ലൈമാക്സ്. വന്നുപോയ എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായിരുന്നു. പിന്നെ സിനിമ വിവാദങ്ങളുണ്ടായി. അത്തരം വിവാദങ്ങൾക്കുള്ളൊരു കഥാതന്തുവൊന്നും സിനിമയിൽ കണ്ടില്ല. ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ, ഒരു പർട്ടിക്കുലർ സമൂഹത്തെ ആയാലും അങ്ങനെയൊന്നും അതിൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു സിനിമയായിട്ട് കണ്ടില്ല. പിന്നെ അതേപോലെ തന്നെ തിയേറ്ററിൽ റിലീസായി വെട്ടേൽക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ OTT-യിലും കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സിനിമ അനുഭവമാണ് എമ്പുരാൻ സമ്മാനിച്ചത്. തുടർന്നും ഇത്തരത്തിലുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.